ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പീതാംബരൻ്റെ മരണത്തെക്കുറിച്ചും മഞ്ജു പ്രീതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ആ കിടുക്കൻ രംഗമാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. അങ്ങനെ മഞ്ജു സത്യങ്ങൾ തേടി പോവുകയാണ്. അപ്പോൾ ഈ സമയം ആദ്യം മഞ്ജുവിൻ്റെ മുന്നിൽ തേടുമ്പോൾ കിട്ടുന്നത് അഭിയായിരിക്കും കേട്ടോ. അതായത് ആ സർജിക്കൽ നൈഫ് ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് മഹിമയുടേതാണെന്ന് ഏകദേശം മനസ്സിലായി. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന അബിയെയും വിപിൻ മോനെയും മഞ്ജു ചോദ്യം ചെയ്യാണ്. അവർക്കിടയിൽ ചോദ്യം ചെയ്യൽ വരുമ്പോൾ അവർക്കാണെങ്കിലോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിപിൻ മോൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പറയണം കേട്ടോ. അങ്ങനെ മഹിമയെ ഉപദ്രവിക്കാൻ വേണ്ടി, മഹിമ ഒരു പെരുങ്കള്ളിയാവാൻ വേണ്ടിയും, മഹിമ എന്നെ ഒരുപാട് ദ്രോഹിച്ചത് കൊണ്ടും മഹിമയെ എനിക്ക് പൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിന് മൂലം മുടക്കം വരുത്തി അവൾ എന്നെ സെല്ലിലോട്ടിട്ടു. അതുകൊണ്ട് തന്നെ അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ശിക്ഷയാണ് ഇവിടെ ഞാൻ നൽകിയത്. അവളുടെ സർജിക്കൽ നൈഫ് അവൾ കോളേജിൽ വരുന്ന സമയം അവൾ അറിയാതെ ഞാൻ അത് എടുക്കുകയും പിന്നീട് ഈ പീതാംബരൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന ആ സ്ഥലത്തോട്ട് കൊണ്ടിടുകയും ചെയ്തത് ഞാനാണ് എന്ന് പറയുന്നില്ല. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ മഞ്ജു ബാക്കിയുള്ള അന്വേഷണത്തിനായി പോകണേട്ടോ. അപ്പോഴാണ് ഇതിന് പിറകിൽ പ്രീതിയാണ് കളിച്ചത്. സ്വന്തം അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രീതിയാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന സത്യം ഇവിടെ അറിയുന്നത് കേട്ടോ. അങ്ങനെ പ്രീതിയോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ പീതാംബരൻ. അതായത് പീതാംബരൻ പറയുന്നുണ്ട്, എനിക്ക് വയ്യ ഇനി ഈ ഒരു പാപം പേറി മുന്നോട്ട് പോകാൻ. മറ്റുള്ളവരുടെ കുടുംബത്ത് കയറി കളിച്ചാൽ സ്വന്തം കുടുംബത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ആ മഞ്ജു കുടുംബത്ത് കയറി കളിച്ചു, അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ നീ ചെയ്തത്. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ അവനെ നീ ഇല്ലാതാക്കി. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നീ ഇല്ലാതാക്കി. എന്തിനു വേണ്ടിയാണ് മോളെ ഈ പാപമൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തിനാണ് ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? നീ എന്തിനാ മോളെ? അതുകൊണ്ട് ഈ അച്ഛൻ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി ഈ അച്ഛൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയാണ്. എൻ്റെ ഈ ഒരു പാപക്കറ, അതായത് എൻ്റെ കൈകളിൽ പറ്റിയ ചോരക്കറ അതെനിക്ക് ഒഴുക്കി കളയണം. ഞാനാണ് ഗോപാൽജിയുടെ കൂടെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഒപ്പം നിന്നതെന്നും അതുപോലെ തന്നെ ഗിരിയുടെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും മഞ്ജുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാണെന്ന് പറയുന്നു കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ പ്രീതിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം തനിക്ക് വഴിതടസ്സമായി തൻ്റെ മുന്നിലോട്ട് വരുന്നത് അച്ഛൻ തന്നെയാണ്. തൻ്റെ ഈ കടുത്ത പ്രണയം, ഈ ഗിരിയോടുള്ള പ്രണയം കേട്ടോ, അതിന് തടസ്സമായി നിന്നത് പീതാംബരനാണ്. അപ്പോൾ ഗിരിയെ പ്രണയിക്കേണ്ട, അവന് ഒരു കുടുംബമായി ജീവിക്കുന്നവനാണ്, അവനൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എൻ്റെ മോളെ നീ ഇതിന് നിൽക്കരുത് എന്നൊക്കെ അന്ന് പീതാംബരൻ പറയുന്നുണ്ടല്ലേ. ഈ പീതാംബരൻ്റെ ഈ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും ഇവിടെ പ്രീതി കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഈ സമയം പീതാംബരൻ പറയണ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ഈ പോലീസിൽ ചെന്ന് പറയാണ്. ഇനി എനിക്ക് മടുത്തു ഈ ജീവിതം എന്നുള്ള സത്യങ്ങളെല്ലാം എങ്ങനെ പോലീസുകാരോട് ചെന്ന് പറയാനുള്ള തീരുമാനമായി പീതാംബരൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായും എൻ്റെ അച്ഛൻ അത് ചെയ്യും. അയാളുടെ ഇടയിൽ കുറ്റബോധമുണ്ടായിട്ടുണ്ട്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ നശിപ്പിച്ചതിൽ അത് അയാൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ തീർക്കണം. അത് എൻ്റെ കൈകൊണ്ടാവുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം പറ്റിയ ഒരാളുണ്ട്, അയാളോട് ചെന്ന് പറയാമെന്ന് തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ ഗോപാലിൻ്റെ അരികിലോട്ട് പ്രീതി പോവാണ്. ഗോപാലിനോട് പറയാണ്, ഗോപാൽജി ഞാൻ നിങ്ങളോട് ഒരു കാര്യം വെളിപ്പെടുത്താൻ പോവാണ്. അത് കേൾക്കുന്ന ഗോപാലൻ, നീ നിൻ്റെ തന്തയെ പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഇനി അത് വേണ്ട പ്രീതി. അത് കേട്ടോടെ തന്നെ, അയ്യോ എനിക്ക് ചോദിക്കാനുള്ള ഇങ്ങനെ വളച്ച് കിട്ടുന്ന ആവശ്യമൊന്നും എനിക്കില്ല. ഇത് നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു കാര്യമാണ്. എൻ്റെ അച്ഛന് ഇപ്പോൾ കുറ്റബോധം. ഈ ചെയ്തതെല്ലാം തെറ്റായി പോയി. ഇവിടെ മഞ്ജു നിരപരാധിയാണെന്നും മഞ്ജുവിൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നും എല്ലാ തെറ്റുകളും ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണെന്നും എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള എൻ്റെ അച്ഛൻ പറയാനുള്ള ആ ഒരു തീരുമാനമാണ് എന്നുള്ള സത്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തണം കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ഗോപാലൻ ചോദിക്കുകയാണ്, അത് എന്താ നീ പറയുന്നത്? അതെ, പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യങ്ങളൊക്കെ പറയാൻ എൻ്റെ അച്ഛൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കുന്ന സഞ്ജു പറയാണ്, സ്വന്തം അച്ഛനെ കുരുതിക്ക് കൊടുക്കുന്ന ഇവൾ എന്തിനെന്ന് ചോദിച്ചോടെ തന്നെ പ്രീതി പറയണം, എൻ്റെ അച്ഛനെ കൊല്ലണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. പക്ഷേ അതിന് എന്താണ്
വഴിയെങ്കിൽ അത് ചെയ്യുക. പക്ഷേ എൻ്റെ അച്ഛന് ഇനി ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, കൊന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അങ്ങേര് ഇനി ഭൂമിയിൽ മറ്റുള്ളവരെ കാണാനുള്ള ഒരു ഇടയുണ്ടാക്കരുത്. അതിന് നിങ്ങൾക്ക് എന്താ വഴി വെച്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ അച്ഛൻ എല്ലാ സത്യങ്ങളും മഞ്ജുവിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഗിരിയേട്ടൻ പിന്നീട് നിങ്ങളെ തകർക്കുന്ന ആ ഒരു രംഗമായിരിക്കും. സ്വന്തം അച്ഛനെ കൊന്ന കൊലയാളിയുടെ കൂടെ തന്നെയാണ് താനിവിടെ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ഇവിടെ ഗിരി പാവമാണെന്നും ഗോപാലനാണ് കൊന്നിരിക്കുന്നതെന്നും തെളിവ് പറയാൻ, സാക്ഷി പറയാൻ ഞാനുണ്ടെന്നും എന്നുള്ള സത്യങ്ങളൊക്കെ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഗോപാലൻ ആകെ ഞെട്ടിപ്പോകണം. പിന്നീട് ഗോപാലൻ ഒരു തീരുമാനം എടുക്കണം. തീർച്ചയായും അയാളെ ഇല്ലാതാക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുക്കണം. അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട്, അച്ഛാ അവളൊരു വൃത്തികെട്ടവളാണ്. സ്വന്തം അച്ഛനെ ആരെങ്കിലും കൊലക്ക് കൊടുക്കുമ്പോൾ അവളുടെ സംസാരത്തിൽ കൊല്ലാനാണ് പറയുന്നത്. അച്ഛൻ അത് ചെയ്താൽ തീർച്ചയായും അച്ഛൻ്റെ പേരിലായിരിക്കും പ്രശ്നം വരിക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോപാലൻ പറയണേ, ഇനിയിപ്പോൾ അഥവാ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തത് അവളാണെന്ന് വരുത്തി തീർക്കാനുള്ള വഴിയൊക്കെ എന്നിലുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നും ഇങ്ങനെ സഞ്ജയോട് ഗോപാലൻ പറയണം കേട്ടോ. പിന്നീട് ഇതേപോലെ തന്നെ പീതാംബരൻ എവിടെയുണ്ടെന്ന് ഇവർ കണ്ടെത്താണ്. പീതാംബരൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയായിരിക്കും സഞ്ജയുടെയും ഗോപാലിൻ്റെയും കൺമുന്നിൽ കണ്ടുമുട്ടുന്നത്. ആ സമയം തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി എത്താണ്, പീതാംബരൻ്റെ മുന്നിൽ എത്താണ്. പീതാംബരനോട് കാര്യങ്ങൾ പറയണം. പീതാംബരൻ, നീ എന്താ കുറ്റസമ്മതം പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണോ? അതെ ഗോപാൽജി, ഇനി വയ്യ, ഈ ഭാരങ്ങളെല്ലാം മനസ്സിൽ പേറി നടക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് ഇപ്പം എൻ്റെ മോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വയ്യ, എനിക്ക് കുറ്റബോധം താങ്ങാൻ വയ്യ. ഇനിയെങ്കിലും മഞ്ജു അറിയട്ടെ ഇവിടെ ഗിരിയുടെ അച്ഛനെ കൊന്നത് ആരാണെന്നും എന്തൊക്കെയാണെന്നുള്ളത് മഞ്ജു അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ? നിന്നോട് ഞാൻ പറഞ്ഞു, ഈ ഒരു സത്യം വിളിച്ചു പറയുന്ന അന്നേ ദിവസം നിൻ്റെ മരണമായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ പീതാംബരൻ പറയണേ, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടും, ഞാനൊന്ന് പോട്ടെ, എന്നോട് കളിക്കാൻ നിങ്ങൾ നിൽക്കണ്ടേ, പീതാംബരന് അത്യാവശ്യം ഗുണ്ടാവണിയൊക്കെ അറിയാട്ടോ എന്ന് പറഞ്ഞ് പീതാംബരൻ അങ്ങ് കയ്യൊങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടോട്ട് അഭിനും വിപിനും വെത്താണ് കേട്ടോ. അപ്പോഴേക്കും ഗോപാലനോട് പറയുന്നുണ്ട്, ദേ ആ കഴുത്തിന് സൈഡിലായിട്ട് ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പിൽ കറക്റ്റായിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തായാലും വേറൊരാളാണ് ഈ തെറ്റുകൾ ചെയ്തിരിക്കുന്നതെന്ന് വരുത്തി തീർക്കാം. അത് കേൾക്കുന്ന ഗോപാലൻ, എന്താ നീ പറയുന്നത്? അതെ, ആ സൈഡിലോട്ട് നിങ്ങൾ ഇതേപോലത്തെ ഒരു സർജിക്കൽ നൈഫ്, ഇത് മഹിമയുടെയാണ്, ഇതാണെങ്കിലോ വേറൊരാളുടേതാ, ഇത് ഞാൻ പുറത്തു നിന്നും വേറൊരാളുടെ വാങ്ങിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പീതാംബരനെ പിടിച്ച് കെട്ടി വെച്ചിട്ട് ഇവർ കഴുത്തിന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ പീതാംബരൻ മരിക്കുമ്പോൾ ഈ ഗ്ലൗസ് കൊണ്ട് പിടിച്ച മഹിമയുടെ സർജിക്കൽ നൈഫ് ഉണ്ടല്ലോ, അത് താഴെ കൊടുത്തിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പീതാംബരൻ മരിക്കുമ്പോൾ തെളിവുകൾ നോക്കുമ്പോൾ അതിൽ ഫിംഗർ പ്രിൻ്റ് വരുന്ന മഹിമയുടെ, അവളങ്ങ് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ആവുകയും ആദ്യം ഈ പറയുന്ന ഗിരിയെ പിന്നീട് അവളിലോട്ട് തന്നെ എത്തുകയും ചെയ്യും എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം കഴിഞ്ഞതെല്ലാം തൻ്റെ അച്ഛനെ താൻ കൊന്നിരിക്കുന്നു എന്ന സത്യം വിളിച്ചു പറയാൻ പ്രീതിയെ വിളിക്കണം. അങ്ങനെ പ്രീതിയോട് പറയണം. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ശരി, നിങ്ങൾ ചെയ്ത നല്ല കാര്യം തന്നെ, എൻ്റെ അച്ഛൻ തന്നെയാണ്, പക്ഷേ അയാൾ എനിക്ക് ശത്രുവായി മാറുകയാണെങ്കിൽ തീർച്ചയായും അയാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടോ. അപ്പോൾ പ്രീതി പറഞ്ഞതനുസരിച്ചിട്ടായിരിക്കും ഗോപാലൻ ഇത് ചെയ്തത്. പ്രീതിയുടെ ആ മൂർച്ചയുള്ള വാക്കുകൊണ്ട് തന്നെ കേട്ടോ തൻ്റെ ജീവൻ ഭീഷണിയിലാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോഴാണ് പ്രീതി ഈ പറഞ്ഞ നിർദ്ദേശപ്രകാരം പീതാംബരൻ ഗോപാലിനെ കൊല്ലുന്നത് കേട്ടോ.